കോഴിക്കോട് കാവിലുംപാറയിൽ എലിപ്പനി പടരുന്നു. 2 മാസത്തിനിടെ 2 പേരാണ് മരിച്ചത്. നിലവിൽ 4 പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. രോഗവ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് ക്ഷീരകർഷകൻ എലിപ്പനി ബാധിച്ചു മരിച്ചതിനു പിന്നാലെ പരിശോധന കർശനമാക്കിയതോടെയാണ് കാവിലുംപാറയിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. മരിച്ച കർഷകന് രോഗം ബാധിച്ചത് പശുവിന്റെ മൂത്രത്തിലൂടെയോ ചാണകത്തിലൂടെയോ ആണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ക്ഷീരകർഷകർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും അറിയിച്ചു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന ജന്തുജന്യ രോഗങ്ങൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി എന്ന് പറയുന്നത്. കർഷകർ, പ്രത്യേകിച്ച് ക്ഷീരകർഷകർ, ഇതിന് പലപ്പോഴും ഇരകളായി മാറാറുണ്ട്. ഈ രോഗം ബാധിച്ച മൃഗങ്ങളിൽ നിന്നുള്ള യൂറിൻ, അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഡിസ്ചാർജസ്, പ്ലാസന്റ, ഇതുവഴിയെല്ലാം തന്നെ രോഗം മനുഷ്യരിലേക്ക് എത്താനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇവരിൽ ആരെങ്കിലും ശരീരത്തിലോ കാലിലോ കയ്യിലോ എവിടെയെങ്കിലും ഉള്ള മുറിവുകൾ വഴി ഈ അണുക്കൾ നമ്മളെ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗാണു അവിടുന്ന് പകർന്ന് അസുഖമായി മാറി ശരീരത്തിന്റെ കിഡ്നി, ലിവർ അങ്ങനെ പല അവയവങ്ങളെ അത് ബാധിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത്. പശുവിനെ കൂടാതെ ആട്, നായ എന്നിവയുടെ വിസർജ്യത്തിലൂടെയും എലിപ്പനിയുടെ ബാക്ടീരിയ മനുഷ്യരിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പനിയോ ശരീരവേദനയോ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടണമെന്നാണ് നിർദ്ദേശം. പ്രതിരോധ ഗുളിക കഴിക്കണമെന്നും ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും അറിയിച്ചു. എലിപ്പനി പ്രതിരോധത്തിനായി ഊർജിതമായ പ്രവർത്തനങ്ങളാണ് കാവിലുംപാറയിൽ നടന്നുവരുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.